ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ തുറന്നുണ്ടെങ്കിൽ ഫുള്ള് മറ്റേ എന്താണ് ആ ട്രെയിൻ ബസ്സിൽ നിന്ന് ആ വീഡിയോ എടുത്ത ആ പെണ്ണില്ലേ എരപ്പ ജാതി, അവളെങ്ങനെ തെറി പിടിക്കുന്ന വീഡിയോ, അങ്ങനത്തെ ആ സംഭവം റിലേറ്റ് ചെയ്തിട്ട് ഫുള്ള് ദീപക് അമ്മ കോഴിക്കോട്ടുകാരനായ ദീപക്കിൻ്റെ കുടുംബം അത് ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് കണ്ടിട്ട് അമ്മക്ക് തന്നെ ഒരു ടെൻഷൻ വരടാ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്ത് കണ്ട് ഈ ദീപക്കിൻ്റെ അമ്മ കരയണ ഒരു രംഗം കണ്ട്. അത് കണ്ടിട്ട് എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനായാലും ഇതേമാതിരി വീഡിയോയിൽ ബാക്കിയുള്ളവരായിട്ട് പങ്കുവെച്ചാൽ ഭയങ്കര കുറച്ചൊക്കെ ഓക്കെ ആവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്യണത്. എന്താ വെച്ചാൽ ഒരു അമ്മ കരയണ കണ്ടിട്ടേ ഫസ്റ്റ് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടോക്കട്ടാ, ഒന്ന് നോക്ക്, കാണാം. ആയിക്കോട്ടെ, എൻ്റെ കുട്ടിക്ക് എനിക്കുള്ള രോഗം ഇനി വേറെ ഒരു അമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ പോയ മാതിരി ഞാൻ ആർക്കും ഉണ്ടാവരുത്. അത്ര വേദനിച്ചിട്ടാണ് ഞാനിത് പറയണത്. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ, ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ. അതിനുള്ള എല്ലാ കള്ളാസുകളും ഞങ്ങളുണ്ട്. വക്കീലത്ത് പോയിക്കിന് അവര് അതിൻ്റെ വേണ്ടമാതിരി എല്ലാം ചെയ്തിട്ടുണ്ട്. യുവതിക്കെതിരെ അല്ലാതെയും പരാതികൾ പോയിട്ടുണ്ട്, കേസെടുക്കുമെന്നുള്ള തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് പുറമെ. പക്ഷെ എന്താണ് ഇതിങ്ങനെ കണ്ടിട്ടേ എനിക്കൊരു ടെൻഷൻ വരടാ. ആ അമ്മ കരയണ വയ്ക്കാണ്. ഞാനിപ്പോൾ ആലോചിച്ചത് എന്താ വെച്ചാലേ, ഇപ്പോൾ ഞാനൊക്കെ കല്യാണം കഴിച്ച് എന്നിട്ട് ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് കുറച്ച് മക്കളൊക്കെ ആയി, എൻ്റെ ഒരു മോൻ ഇതേമാതിരി മരിച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു മോനെ ആരെങ്കിലും കൊന്നുണ്ടെങ്കിലോ ഇതെന്താവുന്ന് നമുക്കിപ്പോൾ ഇവരെ ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കിയാണ്, എനിക്കിൻ്റെ ഒരു മോനുണ്ടായി, ആ മോനക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ച് ആരെങ്കിലും ഞാൻ എന്താ ചെയ്യുക? ആ പെണ്ണിനെ പോയി കൊല്ലൂലേ? എനിക്ക് അങ്ങനെ കണ്ടാ ഞാൻ കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വന്നാൽ അത്രക്കും ഹൈപ്പർ ദേഷ്യം വരിക. അങ്ങനെയല്ല, ഞാൻ ആലോചിക്കുക എങ്ങനെയല്ല ഇതൊക്കെ സഹിച്ച് നിൽക്കുക. ഒരമ്മയും അച്ഛനും അയാളൊരു പ്രശ്നമല്ലേ. സംഭവം എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ. ഇനി എന്തെല്ലാം സാധനങ്ങളോട് നമ്മൾ കടന്നു പോകാണ്ട്. എനിക്ക് ആ കരച്ചിൽ കണ്ടിട്ടേ സങ്കടാകടാ. പിന്നെ വേറെ ഒന്നുണ്ടേനി, ഓൻ്റെ ഫ്രണ്ട് പറയണ ഒരു കരഞ്ഞാണ്ട്, ആ ദീപക് ബ്രോൻ്റെ ഫ്രണ്ട് കരഞ്ഞാണ്ടൊരു സംഭവം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കട്ടാ. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഫസ്റ്റ് നമ്മൾ വീഡിയോ കണ്ടോക്കാം. ഒരു വേണ്ടാതിരത്തിലേക്ക് പോകണം, ഒരു അനാവശ്യത്തിലേക്ക് പോകണ ഒരാളല്ല. ഓനങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല. മോൻ അങ്ങനെ പറഞ്ഞാണ്. എവിടെ പോയാലും ഫോണിൽ കൂടെ മമ്മി എന്തുണ്ട് ഏതുണ്ട്, പപ്പ ഷോപ്പിൽ പോയാൽ മമ്മി ഒറ്റയ്ക്കാണെങ്കിൽ അടുത്ത വീട്ടിൽ വരെ പോയി കാണാം, ഒറ്റയ്ക്കിരിക്കണ്ട, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിരിക്കുന്ന അറിയും. അങ്ങനെ പറയണം. ആ ചെങ്ങായി കരയണ വയ്ക്കുക. ഞാൻ അങ്ങനെ ആലോചിക്കുക. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ കട്ട കമ്പനി അല്ലെങ്കിൽ നമ്മളെ ചെങ്ങായിമാർ ആരെങ്കിലും ഇതേമാതിരി എന്തെങ്കിലും ഒരു ഇഷ്യൂല് ഞാനൊക്കെ കൊല്ലുടാ, പോയിട്ട് കൊല്ലും. നമ്മൾ ജയിലിൽ പോയാൽ അതല്ല അപ്പം നമ്മൾ ആലോചിക്കുക. ആ പെണ്ണിപ്പോൾ എൻ്റെ ഏതെങ്കിലും ചെങ്ങായി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ചെങ്ങായി അൽത്താഫ്, ഓനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഓന് സങ്കടമായിട്ട് മരിച്ച്, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി തട്ടും, 100% തട്ടും. എൻ്റെ അങ്ങനത്തെ മൈൻഡാ, ക്രിമിനൽ മൈൻഡാ. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലിട്ടാ ആ ഒരു മൈൻഡിൽ നമുക്ക് എന്താ ചെയ്യാന്ന് കഴിയൂലല്ലോ. അല്ലാതെ ചിലവര് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ പ്രാന്താവും. അങ്ങനത്തെ എൻ്റെ മൈൻഡിൽ അതാ ഞാൻ ഫസ്റ്റ് ആലോചിച്ചത്. എൻ്റെ ചെങ്ങായിനെയാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി തട്ടും, എവിടെ പോയിട്ടെങ്കിലും പോയി തട്ടും, എന്തെങ്കിലും കാട്ടും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഒരു മൈൻഡാ. പക്ഷെ ഓരോരുത്തരും ഓരോ നിലക്കാണല്ലോ ഇതാക്കുക. പക്ഷെ വേറെ ഒന്നുണ്ടടാ, നിങ്ങൾ എപ്പോഴും ആലോചിച്ചോന്നും അറിയില്ല. അപ്പം അയാൾ ഈ ദീപക്ക് നല്ലൊരു മനുഷ്യനാ തോന്നുന്നുണ്ട്. ഈ നല്ലൊരു പെട്ടെന്ന് മരിച്ചു എന്ന് കേട്ടണങ്ങൾ. എൻ്റെ ഒരു ചെങ്ങായി ഉണ്ട്, ഓനെ കുറിച്ച് എല്ലാവരും നല്ലതാ പറയാം, പേരൊന്നും പറയില്ല, ആർക്കും ഒരു മോശം അഭിപ്രായം പറയാനില്ല. ഓന് വേഗം മരിച്ചുപോയി, അവന് കുറച്ച് മുമ്പ് മരിച്ചുപോയി. നല്ലത് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് മരിച്ചു പോടാ. പിന്നെ ഒന്നാമത് എന്താ വെച്ചാലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ദീപക് എന്ന് പറഞ്ഞ ആൾ സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, നമ്മളെ ലോകത്ത് 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് പ്രതികരിക്കണ പോലെ, രണ്ടാമത്തെ ഇൻട്രോവേർട്ട് സാധനങ്ങളില്ലേ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷൻ ചെയ്യും, പബ്ലിക്കായിട്ട് അത് എന്നൊക്കെ പറഞ്ഞിട്ട് റിയാക്ഷൻ ചെയ്യും. പക്ഷെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, സൊസൈറ്റിക്ക് ഇറങ്ങാനൊന്നും താല്പര്യമില്ല, ആരും അറിയാതെ ജീവിച്ചു പോവുക, എന്തെങ്കിലും
അങ്ങനെയല്ല ഓലെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വേഗം ടെൻഷനാവും. അങ്ങനത്തെ ഒക്കെ ഒരു ടീമുണ്ട്, അതിൽ പെട്ട ഒരാളായിപ്പോയി. എന്തപ്പോ ചെയ്യാ? ഓഫ്. എന്നിട്ട് അങ്ങനല്ല, ആരും ഒന്നും നല്ലത് മാത്രം പറഞ്ഞ് കേട്ട് ശീലമുള്ള ഒരാളെ നന്മ മാത്രമാവും ചെയ്യണ്ടാകുക. അങ്ങനെയുള്ള ഒരാളെ പറ്റി ഇല്ലാത്തതാണ് പറഞ്ഞപ്പോൾ ആകെ അങ്ങോട്ട് ടെൻഷനായി. ഇനിയിപ്പോൾ എന്താ ഏതാ ഒന്നും ചിന്തിക്കാല്ലേ, ഏറ്റവും നല്ലത് മരണമാവും. അങ്ങനെയാണ്ട് മരിച്ചതാവും. ഓഫ് പാവല്ലേ. ഓ എന്താടാ എനിക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ആകെ ടെൻഷനാവിടും. ഞാൻ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഞാനിങ്ങനെ മൊത്തത്തിൽ റിലേറ്റ് ചെയ്ത് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയാം, എൻ്റെ ചെങ്ങായിനെറ്റാണ് അത് സംഭവിച്ചെങ്കിൽ ഞാൻ പോയി തൊട്ടിടാം, എന്നിട്ട് ജയിലിൽ പോകും എന്തെങ്കിലും. പക്ഷെ ഭാവിയിൽ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നടക്കാണ്ടാവില്ലേ. ഇപ്പം നമ്മളെ മോനെ ഇപ്പോൾ കുട്ടി ഉണ്ടായി വിചാരിച്ചോളി, മോനെ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുക അത് ചെയ്യുക, അപ്പോഴൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും ഉണ്ടോ, ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഓരോ വീഡിയോ ഇട്ട് പറഞ്ഞാലും ഇതിനൊക്കെ ഒരു നിയമവശമുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് ഇന്നല്ലാന്ന് പറഞ്ഞാണ്ട് പോയി കേസ് എടുത്താൽ വേണമെങ്കിൽ നമുക്ക് തന്നെ എതിരെ കേസ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് നിയമവശം വേറെയാണ്. പക്ഷെ നമുക്ക് പക തീർക്കൽ നമ്മൾ വേറെ തന്നെ രീതിയിൽ തീർക്കണമല്ലോ. എന്താല്ലേ. എന്നിട്ട് ഈ പെണ്ണ് ഇപ്പോൾ എവിടെ പോയി ഒളിച്ച് തോന്നുന്നുണ്ടല്ലേ, ദുബായിലോ. ഇവള് കുറച്ച് അങ്ങനത്തെ ഒരു പെണ്ണാ തോന്നുന്നുണ്ട് കേട്ടാ. ഏതാ UDF സ്ഥാനാർത്ഥിയൊക്കെയാണ് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതാവും. ഇനി എന്തെങ്കിലും എങ്ങനെയെങ്കിലും കഴിച്ചില്ലാവോ, ആരെങ്കിലുമൊക്കെ ജയിപ്പിച്ചിട്ടോ എന്തായാലും ആരോടെങ്കിലൊക്കെ പറയും എടാ പെട്ടു വേടാ ഇതാണ് നിനക്ക് കഴിച്ചില്ലാവും. എത്ര തിട്ടാലും കുറേ ഒളിവ് പോവും, അവിടെ പോവും ഇവിടെ പോവും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലും കഴിച്ചിലാവരുതടാ, എൻ്റെ മനസ്സതാ പറയണത്. എനിക്കങ്ങോട്ട് ദേഷ്യം നമുക്ക് തീർത്താൽ തീരൂലല്ലേ. ഇപ്പൊ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിലൊക്കെ ഇപ്പൊ ആ പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊല്ലും ആൾക്കാർ. ഈ മറ്റേ നമ്മളെ UP യിലും ബീഹാറിലൊക്കെ ഇല്ലേ അതേമാതിരി ഈ ഓരോരുത്തരെ കണ്ടില്ലടാ ബീഫ് തിന്നിട്ട് അടിച്ചു കൊല്ലണം, അതേമാതിരി അടിച്ചു കൊല്ലും ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ കൈമ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ദേഷ്യം പിടിക്കല്ലേ ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ഈ ഇൻസ്റ്റഗ്രാം അൽഗോരിതം ആണെങ്കിൽ ഇന്നൊക്കെ ഇങ്ങോട്ട് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ പിടിച്ച് നക്കല. കാരണം എന്താ വെച്ചാൽ ഞാൻ റീൽ കാണുന്നതുകൊണ്ട് ഒരു സാധനം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത റീല്, പിന്നെ റീല് ഫുള്ള് ഇതാണ് നമ്മളെ ഇമോഷൻ വെച്ച് ഇങ്ങോട്ട് കളിച്ചിട്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രത്യേകത അതാണല്ലോ. ഞാനിപ്പോൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ആ റൊമാൻസ് ഇന്നെങ്ങനെ കണ്ട് കല്യാണം കഴിക്കുക നിൽക്കുക അത് ഇത് മറ്റേ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോവുക, മക്ക കാണാൻ പോവുക, കഅബ അത് തഹജ്ജുദ് നിസ്കാരം അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സംഭവങ്ങളിലും ഇങ്ങനെ മുഴുകിക്കും. വേറൊരു സംഭവം എടുത്തിട്ടുണ്ടെങ്കിൽ അതന്നെ. അതുകൊണ്ട് ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഈ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഈ അവസ്ഥ വരും. എന്ത് ഈ ദീപക്കിൻ്റെ ഈ സംഭവം ആ പെണ്ണിനെ ഇവിടെ നടക്കാത്തത് ഭാഗ്യം, നേരെ ജയിലിൽ കൊണ്ട് ചിലപ്പോൾ ജയിലിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ മതി അവിടെ. ഇവിടെ വെച്ചാൽ ആലോചിക്കുക എന്ത് ഇതല്ല ചെയ്ത്. ഇത് നമ്മൾ കേരളത്തിൽ ഇതേമാതിരത്തെ ഒരു അവസ്ഥ മുമ്പ് ഉണ്ടായില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ. എന്തായാലേ ഞാനൊക്കെ എങ്ങനെയാണാവോ മരിക്കണേ. അപ്പം ഗൈസ് അത്രേ ഉള്ളൂ. ഞാനൊരു ചെറിയ സംഭവം പറയാൻ വന്നതാണ്. എനിക്കിങ്ങനെ ടെൻഷൻ ആയപ്പോഴേ ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഇങ്ങനത്തെ ഒരു ടെൻഷൻ വരുമ്പോൾ ഇനിയിപ്പോൾ യൂട്യൂബിൽ ഇട്ടാൽ മതിയല്ല, ഇതിൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടല്ലോ കാണാൻ. അപ്പോൾ ഒരു 10 ആളെങ്കിൽ 10 ആൾ കണ്ടാൽ പോലെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ശരി, ബൈ ബൈ.